ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു എഫ് സി വ്ളോഗ്. എന്തുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കിച്ചണിലോട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പുതിയ പ്രോഡക്റ്റാണ്. നമ്മളെ ഈ ഒരു ഭാഗത്ത് വെള്ളം തിളപ്പിക്കാതെ കുടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തിളപ്പിച്ചുകാണ്ട് ഞാൻ ഒഴിച്ചു വെക്കാറുള്ളതാ ഈ കാണുന്ന കുടുക്കയിലാണ്. അപ്പം ഇത് എനിക്ക് ഈ കിച്ചണിന് കുറച്ചൊരു ഭംഗികേടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കൂടിയിരുന്ന ആ ഒരു സമയം തന്നെ. അപ്പോൾ അന്നേരം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കിച്ചണിലോട്ട് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ എല്ലാ കടകളിലും അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടത് സ്റ്റീലിൻ്റെ ചെറിയ മറ്റേ ടാപ്പ് വരുന്ന ആ ഒരു പാത്രമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കടയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ വേറെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയതായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. ഇത് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കാറ്ററിംഗ് സർവീസുകളുടെ കയ്യിലുണ്ടാവും കേട്ടോ. ഈ ജ്യൂസൊക്കെ പറഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. ഇതിനൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്, അതേപോലെ 2 ബോട്ടിൽ വരുന്നുണ്ട്. 2 ബോട്ടിൽ ആണ് ഈ ഒരു സ്റ്റാൻഡിൽ വെക്കുന്നത്. അതേപോലെ അതിനൊരു ടാപ്പും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാപ്പുള്ള ഒരു പാത്രം വേണം എന്നുള്ളത് ഞാൻ കുറേ ആയിക്കണം വിചാരിക്കുന്നു. അത് ഇതുപോലത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റീലൊക്കെ നോക്കി, പക്ഷെ എനിക്കത് അത്ര ഭംഗി തോന്നിയില്ല കിച്ചണിലോട്ട് വെക്കാൻ. അപ്പം ഇതിൻ്റെ ടാപ്പ് വരുന്നത് ഇതാണ്, ഒരു ഗോൾഡ് കളറാട്ടോ. നല്ല ഭംഗിയായിട്ടോ ടാപ്പ് കാണാൻ. ഇത് എത്ര കാലം ഇങ്ങനെ നിൽക്കുന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം ആളിത് ഊതിയൊക്കെ നോക്കുന്നുണ്ട്, ഇതിന് എന്തെങ്കിലും കരടുകൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അങ്ങനെ നമ്മളെ ആളിതിനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ ടാപ്പൊക്കെ. അപ്പം ഇങ്ങനെ ടാപ്പ് വെച്ചിട്ടുള്ള പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ മക്കളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുടുക്കയിലൊക്കെ വെള്ളം വെക്കുമ്പം അവർ വെള്ളം മുക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആയിരിക്കും മുക്കുക. അപ്പം അതിൻ്റെ വേസ്റ്റൊക്കെ ആ കുടുക്കയിൽ വരും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്. മഴയുള്ള ഒരു ദിവസമാണ് ഞാൻ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസം മുമ്പ് ആണ് ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ മുമ്പ് നമുക്കൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് ചെയ്ത് വെച്ചതാ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഹനിമോൻ ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ പാത്രം. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിലേക്ക് ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്, നല്ല ഭംഗിയുള്ള സാധനം. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ അയക്കണം കേട്ടോ. ഏകദേശം ഇപ്പോൾ നമ്മളെ വീട് പാർത്തിട്ട് 2 വർഷം ആകാറായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കിച്ചണിലോട്ട് ഇങ്ങനെ ഓരോ സാധനം വാങ്ങിക്കണത്. ഇനിയും വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആള് കുറേ ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട് ഉപ്പും കുറ്റി വാങ്ങണം. ഉപ്പും കുറ്റി എന്താണ് നിങ്ങൾ പറയാൻ അറിയില്ല. കാരണം ഉപ്പും കുരുമുളകും ഇങ്ങനെ ഇട്ട് വെക്കുന്ന ചെറിയൊരു പാത്രം ഉണ്ടാവുമല്ലോ നമ്മുടെ ടേബിൾ മേലൊക്കെ, ആ ഒരു സാധനമാണ് കേട്ടോ. അപ്പം അത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ ആയിക്കണം നോക്കുന്നത്. പക്ഷെ എനിക്ക് അത്ര കണ്ണിനെ പിടിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് സെറാമിക്കിൽ പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഉപ്പ് നിറക്കുന്നത്, ഇതിൻ്റെ ബാക്കിലൊരു ചെറിയ ടോപ്പ് വരുന്നുണ്ട്, അത് ഊരിയിട്ടാട്ടോ ഉപ്പ് നിറക്കുന്നത്. അപ്പോൾ സാക്കൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് മൂപ്പരാളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാക്കൻ്റെ പറഞ്ഞു നിങ്ങൾ ചെയ്തോളി, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് കാണിച്ചാൽ അത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപ്പ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ കുറച്ച് വരും കേട്ടോ, അത്ര മതി നമുക്ക്, ചെറിയൊരു ആവശ്യത്തിനാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കുരുമുളകും നിറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളറിൽ നമ്മൾ ബ്ലാക്ക് കുപ്പിയിൽ കുരുമുളകും വൈറ്റിൽ ഉപ്പുമാണ് നിറച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഒക്കെ സെറ്റായിട്ടുണ്ട്. കുരുമുളകും അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറിയ ഹോളാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇതിവിടെ സേഫായിട്ട് നിന്നോളൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, പ്ലേറ്റ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡ്. ഇതിലേക്ക് ഒരു 4 പ്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് ഇട്ടാ. സാധാരണ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ളത് സെറാമിക്കിൻ്റെ പ്ലേറ്റ് തന്നെയാണ്. ഇത് മിൽട്ടൻ്റെ മറ്റേ ഒരു മെലാമിനോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ഒരു പ്ലേറ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്ലേറ്റ് കണ്ടപ്പോൾ. അപ്പോൾ 4 വാങ്ങിച്ചു, 2 ബ്ലാക്കും 2 വൈറ്റും. പിന്നെ വാങ്ങിച്ചത് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഈ കപ്പൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കൊളുത്തിരുന്ന ഒരു സ്റ്റാൻഡും വാങ്ങിച്ചിട്ടാ. അപ്പോൾ ഇതിലേക്ക് നമ്മളെ കപ്പ് ഇവിടെ നമുക്ക് കുടിയിരിക്കലിന് കിട്ടിയിട്ടുള്ള കപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ റാക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടാം. എന്തായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ, ഭംഗി ഉണ്ടോ ഇല്ല എന്നുള്ളത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടാ. പിന്നെ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനാണ് കുറച്ച് പാട്, ചെറിയ മക്കളിലോടത്തൊക്കെ. അപ്പോൾ ഈ ബോട്ടിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അതേപോലെ തന്നെ വരും വീഡിയോകളിലൂടെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ സബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.